ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നീ വരുവോളം 13-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. ശ്യാമിൻ്റെ മനസ്സിനെ ആ മറുപടി വല്ലാതെ അസ്വസ്ഥനാക്കി. രവിശങ്കർ തൻ്റെ കൈകളിൽ ഏൽപ്പിച്ച ആ രഹസ്യം ശിവപുരവുമായി ബന്ധപ്പെട്ടതാണോ എന്ന ഭയം അവനിൽ പടർന്നു. ഉള്ളിലെ ആ പരിഭ്രമം മറയ്ക്കാൻ അവൻ ദേഷ്യം ഒരു ആയുധമാക്കി. എവിടെയാണെന്ന് പോലും അറിയാത്തൊരു സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞ് ഓരോന്ന് സങ്കല്പിച്ച് നടക്കുന്നു. അവിടെ നിനക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെറുതെ വിചാരിക്കേണ്ട. നിനക്ക് ഞാനുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ. ആ സത്യം ആദ്യം മനസ്സിലാക്ക്. ശ്യാമിൻ്റെ അപ്രതീക്ഷിതമായ ആ ദേഷ്യത്തിന് മുന്നിൽ വീണ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. അവളുടെ മുഖത്തെ പ്രകാശം അണഞ്ഞു പോകുന്നത് അവൻ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ ശ്യാമേ, അതൊക്കെ വെറും തോന്നലായിരിക്കാം. എൻ്റെ തലയ്ക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് എനിക്കും ഇടയ്ക്ക് തോന്നാറുണ്ട്. വേദനയോടെയുള്ള അവളുടെ ആ വാക്കുകൾ ശ്യാമിൻ്റെ ഉള്ളിൽ പശ്ചാത്താപത്തിൻ്റെ ഒരു കനലെരിച്ചു. എങ്കിലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാതെ അവൻ മൗനമായി അകത്തേക്ക് നടന്നു. മോനെ, അമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോൻ എന്നോട് ദേഷ്യം തോന്നുമോ? മറിയാമ്മച്ചേടത്തിയുടെ ആ ചോദ്യം തൻ്റെ കാതിൽ മുഴങ്ങിയപ്പോൾ സോഫയിൽ തളർന്ന് കണ്ണടച്ച് കിടക്കുകയായിരുന്നു ശ്യാം. പെതുക്കെ മിഴികൾ തുറന്നു. അവരെ തൻ്റെ അരികിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് ആ മടിയിലേക്ക് ചാഞ്ഞു. എന്തിന്? അമ്മയ്ക്ക് എന്നോട് എന്തും പറയാം. അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ആ വാക്കുകൾക്കായി കാതോർത്തു. അവർ തികഞ്ഞ വാത്സല്യത്തോടെ അവൻ്റെ മുടിയിഴകളെ തലോടി അല്പനേരം ആലോചനയിലാണ്ടു. പിന്നെ സാവധാനം പറഞ്ഞു തുടങ്ങി. മോനെ, വീണയ്ക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. നിൻ്റെ ഒരു ചെറിയ ശാസന പോലും ആ മനസ്സിന് താങ്ങാനാവില്ല. ഹൃദയം തകരുന്ന ആത്മാക്കളുടെ സാന്നിധ്യമുള്ളൊരു വീടാണിത്. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. അമ്മേ, ഞാൻ അറിയാതെ അവൾ എന്തെങ്കിലുമൊക്കെ പുതിയതായി പറയുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാണ്. അതാ ഞാൻ. സോറി അമ്മേ, ഇനി ഒരിക്കലും ഒന്നിൻ്റെ പേരിലും ഞാൻ അവളെ വേദനിപ്പിക്കില്ല. ശ്യാമിൻ്റെ വാക്കുകൾക്കൊപ്പം അടർന്നു വീണ കണ്ണുനീർ ആ അമ്മയുടെ കൈകളെ പൊള്ളിച്ചു. ഓഹോ, എന്നെ വഴക്ക് പറഞ്ഞ് ഓടിച്ചിട്ട് നീ ഇവിടെ എൻ്റെ അമ്മയുടെ മടിയിൽ കിടക്കുകയാണോ? എഴുന്നേറ്റേ, ഇത് എൻ്റെ അമ്മയാ. പെട്ടെന്ന് അവിടേക്ക് വന്ന വീണ ശ്യാമിനെ തള്ളി മാറ്റി അമ്മയുടെ വയറിലേക്ക് മുഖമമർത്തി. ആ മടിയിലെ അവകാശത്തിനായി അവൾ കൊച്ചുകുട്ടിയെപ്പോലെ വഴക്കിടുമ്പോൾ മാസങ്ങൾക്ക് മുൻപ് എസ്റ്റേറ്റ് ബംഗ്ലാവിൽ രവിശങ്കറിനോട് കുറുമ്പ് കാണിച്ചിരുന്ന വീണയെ അവൻ ഓർത്തുപോയി. നെഞ്ചിലൊരു വിങ്ങൽ അനുഭവപ്പെട്ടെങ്കിലും അവളുടെ സന്തോഷത്തിനായി അവൻ തോറ്റുകൊടുത്തു. നേർത്ത വാശിയും പിണക്കവും 1000 സന്തോഷങ്ങളും ഇടകലർന്ന് മാസങ്ങൾ അതിവേഗം കൊഴിഞ്ഞുപോയി. 4 മാസങ്ങൾക്കിപ്പുറം മറ്റൊരു സുന്ദരമായ വൈകുന്നേരം. ഓഫീസ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശ്യാമിനെ കാത്ത് വീണ വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ നക്ഷത്രങ്ങളെ വെല്ലുന്ന തിളക്കം അവൻ കണ്ടു. എന്താടോ ഭാര്യയെ, ഇന്ന് മുഖത്തൊരു വല്ലാത്ത ഐശ്വര്യം? ബാഗ് ടീപ്പോയിലേക്ക് വെച്ചുകൊണ്ട് അവൻ കൗതുകത്തോടെ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. നീ ഫ്രഷായിട്ട് വാ, നമുക്ക് ചായ കുടിക്കാം. അവളൊരു കള്ളച്ചിരിയോടെ നോട്ടം മാറ്റി. ഇത്രയും സുന്ദരിയായ ഭാര്യ എൻ്റെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനാടോ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത്? അത് പറഞ്ഞുകൊണ്ട് അവൻ അവളെ നെഞ്ചോട് ചേർത്തു. എൻ്റെ കർത്താവേ, എന്നതാ ഞാനീ കാണുന്നത്? ഇതിപ്പോൾ കണ്ണടച്ച് നടക്കേണ്ട അവസ്ഥയാണല്ലോ. പെട്ടെന്ന് അടുക്കളയിൽ നിന്നും അവിടേക്കെത്തിയ മറിയാമ്മ ചേട്ടത്തി കുസൃതി ചിരിയോടെ പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയല്ലേ കെട്ടിപ്പിടിച്ചത്. ഇനിയിപ്പോൾ ഇത് കണ്ട അമ്മയ്ക്ക് കുശുമ്പ് തോന്നണ്ട. അത് പറഞ്ഞുകൊണ്ട് അവൻ അവരെയും ആ സ്നേഹവലയത്തിനുള്ളിലേക്ക് ചേർത്ത് പിടിച്ചു. ആ സ്നേഹം ഹൃദയത്തിലേക്ക് ആവാഹിക്കുമ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കർത്താവേ, നിന്റെ കുസൃതിക്കിടയിൽ വന്ന കാര്യം ഞാൻ മറന്നു. ശ്യാമേ, നാളെ മോളെ ഹോസ്പിറ്റൽ വരെ ഒന്ന് കൊണ്ടുപോകണം. പെട്ടെന്ന് മുഖത്തെ പുഞ്ചിരി മാറ്റി മറിയാമ്മ ചേട്ടത്തി അത് പറഞ്ഞതും ശ്യാമിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. പഴയ അപകടവും വീണയുടെ നഷ്ടപ്പെട്ട ഓർമ്മകളും വല്ലാത്തൊരു ഭയമായി അവനിലേക്ക് കടന്നു വന്നു. അയ്യോ, എന്തു പറ്റി അമ്മച്ചി? അവൾക്ക് വല്ലതും? അവൻ ആകുലതയോടെ വീണയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ശ്യാമിൻ്റെ പരിഭ്രമം കണ്ട് മറിയാമ്മ ചേട്ടത്തിയുടെ മുഖത്ത് ഒരു വാത്സല്യ ചിരി വിടർന്നു. അവർ വീണയുടെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല മോനെ, ഇതൊരു സന്തോഷവാർത്തയാകാനാ സാധ്യത. മോളുടെ മാസമുറ തെറ്റിയിട്ട് ഇപ്പോൾ 2 മാസമാകുന്നു. എനിക്ക് തോന്നുന്നു മംഗലത്ത് തറവാട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്നുവെന്ന്. നമുക്കൊന്ന് ഉറപ്പിക്കണ്ടേ? നാളെ തന്നെ ഡോക്ടറെ കാണാം.
സന്തോഷത്തിനിടയിലും ഒരു അജ്ഞാത ഭയം ശ്യാമിൻ്റെ മനസ്സിൽ നിഴൽ വീഴ്ത്തി. പഴയ അപകടത്തിൻ്റെ മുറിവുകൾ വീണയിൽ പൂർണ്ണമായും മാഞ്ഞിട്ടില്ല. ഈ ഗർഭധാരണം അവളെ വീണ്ടും അപകടത്തിൻ്റെ മുൻപിലേക്ക് തള്ളിവിടുമോ എന്ന ആധി അവനെ അസ്വസ്ഥനാക്കി. അവൻ ഉടൻ തന്നെ തൻ്റെ ആൻറ്റിയും പ്രശസ്ത ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ശ്രീലതയെ വിളിച്ചു. മറുതലയ്ക്കൽ ശ്യാമിൻ്റെ ശബ്ദത്തിലെ വിറയൽ തിരിച്ചറിഞ്ഞ ആൻറ്റി ശാന്തമായി പറഞ്ഞു, എടാ ശ്യാമേ, നീ ഇങ്ങനെ പരിഭ്രമിക്കാതെ. മോളെയും കൂട്ടി നാളെ രാവിലെ ഇങ്ങോട്ട് പോന്നോളൂ. നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് കളയാം. ആ രാത്രി ശ്യാമിന് ഉറങ്ങാനായില്ല. തൻ്റെ നെഞ്ചോട് ചേർന്ന് ശാന്തമായി ഉറങ്ങുന്ന വീണയെ നോക്കിക്കിടക്കുമ്പോൾ അവളെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവൻ്റെ നെഞ്ചിൽ നോവായി പടർന്നു. പിറ്റേന്ന് ആശുപത്രിയിലെ പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ ശ്രീലത വീണയുടെ കൈകൾ ചേർത്ത് പിടിച്ച് പുഞ്ചിരിയോടെ പറഞ്ഞു, ശ്യാമേ, ചേട്ടത്തിയുടെ സംശയം ശരിയാണ്. വീണ ഗർഭിണിയാണ്. 2 മാസം കഴിഞ്ഞു. പഴയ കാര്യങ്ങളെ ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. അവളുടെ ആരോഗ്യം ഇപ്പോൾ തൃപ്തികരമാണ്. അവർ വീണയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് തുടർന്നു, ശ്യാമേ, ഇനിയൊരു ഡോക്ടറായല്ല ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. ഈ ഘട്ടത്തിൽ മോളെ ശാരീരികമായി ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനം നിന്റെ കരുതലും സ്നേഹവുമാണ്. ഇരുളടഞ്ഞ നാളുകൾക്ക് ശേഷം ദൈവം നിങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണിത്. ശ്യാം ആർദ്രതയോടെ വീണയെ നോക്കി. നിറഞ്ഞ സന്തോഷത്തോടെ അവളുടെ കൈകൾ കോർത്തു പിടിച്ച് അവർ ഹോസ്പിറ്റലിന് പുറത്തേക്കിറങ്ങി. പെയ്തൊഴിഞ്ഞ കാർമേഘങ്ങൾക്കിടയിലൂടെ തെളിയുന്ന സൂര്യനെ പോലെ അവരുടെ മനസ്സും അപ്പോൾ പ്രകാശപൂർണമായിരുന്നു. എടാ, പപ്പയോടും മമ്മിയോടും വിവരം പറയണ്ടേ? കുസൃതിയോടെയുള്ള വീണയുടെ ചോദ്യം കേട്ടതും അവൻ ആവേശത്തോടെ മഹാദേവനെ വിളിച്ചു. പപ്പ, മമ്മി എവിടെ? ഫോണിലൂടെ മകൻ്റെ ആവേശം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ തന്നെ മഹാദേവൻ്റെ ഉള്ളിൽ പ്രതീക്ഷയുടെ തിരകൾ ഉയർന്നു. മോനെ, മമ്മി അടുത്ത് തന്നെയുണ്ട്. ഫോൺ സ്പീക്കറിലാണ്. അതെ, നിങ്ങളുടെ ഈ കൊഞ്ചലൊക്കെ നിർത്താനുള്ള സമയമായി. ഗ്രാൻഡ് പേരൻസ് ആകുമ്പോൾ അതിൻ്റേതായ ഗൗരവമൊക്കെ വേണം. മകൻ്റെ വാക്കുകൾ കേട്ട് മഹാദേവൻ ഒരു നിമിഷം നിശബ്ദമായി. ആനന്ദാശ്രുകൾക്കിടയിൽ അദ്ദേഹം ചോദിച്ചു, ഡാ മോനെ, ഈ കേൾക്കുന്ന സത്യമാണോ? ഞങ്ങൾ മുത്തച്ഛനും മുത്തശ്ശിയും ആകാൻ പോവുകയാണോ? ഗൗരി പെട്ടെന്ന് ഫോൺ വാങ്ങി. മോനെ, എൻ്റെ മോളെവിടെ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വൈകുന്നേരം തന്നെ ഞങ്ങൾ അവിടെ എത്തും. എൻ്റെ കൊച്ചിനെ പൊന്നുപോലെ നോക്കണേ. മകൻ്റെ ജീവിതത്തിലെ കടുത്ത വേനലിന് ശേഷം പെയ്ത ആ കുളിർമഴയിൽ ഗൗരിയുടെ മനസ്സ് നിറഞ്ഞു. അവർ ഉടനെ മംഗലത്ത് തറവാട്ടിലെ നമ്പർ ഡയൽ ചെയ്തു. മറുതലക്കൽ മറിയാമ്മ ചേട്ടത്തിയുടെ ശബ്ദം കേട്ടതും ഗൗരിയുടെ വാക്കുകൾ ഇടറി. ചേട്ടത്തി, നമ്മൾ മുത്തശ്ശിമാരാകാൻ പോകുന്നു. എൻ്റെ മോൾ ഗർഭിണിയാണ്. ആ ശുഭവാർത്തയുടെ മധുരം നുകർന്ന് മറിയാമ്മ ചേട്ടത്തി പതുക്കെ ഫോൺ താഴെ വെച്ചു. വിറയ്ക്കുന്ന കൈകളോടെ ജപമാലയിൽ മുറുകെ പിടിച്ച് അവർ പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചു. ആ നിമിഷം മുറ്റത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദവും പിന്നാലെ സിറ്റൗട്ടിലെ ബെല്ലും മുഴങ്ങി. തിടുക്കത്തിൽ ഓടിച്ചെന്ന് വാതിൽ തുറന്ന് അവർ കണ്ടത് പ്രസന്നമായ മുഖവുമായി നിൽക്കുന്ന വീണയാണ്. എൻ്റെ പൊന്നുമോളെ. നിറഞ്ഞ വാത്സല്യത്തോടെ അവർ അവളെ നെഞ്ചോട് ചേർത്തു. അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവർ മെല്ലെ ഉപദേശിച്ചു, മോളെ, ഇനി പഴയതുപോലെയുള്ള ആ ഓട്ടവും ചാട്ടവും ഒന്നും പാടില്ല കേട്ടോ. ഉള്ളിലൊരു കുഞ്ഞു ജീവനുണ്ടെന്ന ഓർമ്മ എപ്പോഴും വേണം. നാണത്താൽ വീണയുടെ തല താഴ്ന്നു. ആ നിൽപ്പ് കണ്ട് മറിയാമ്മ ചേട്ടത്തി ശ്യാമിന് നേരെ വിരൽ ചൂണ്ടി. ശ്യാമേ, നിന്നോടും കൂടിയാ. ഇനി അവളുടെ അടുത്ത് നിൻ്റെ കുസൃത്തരങ്ങളൊന്നും വേണ്ട. എൻ്റെ കൊച്ചിനെ പൊന്നു പോലെ നോക്കണം. മനസ്സിലായോ? ശരിയമ്മേ, ഞാൻ നോക്കിക്കൊള്ളാം. അത് പറഞ്ഞുകൊണ്ട് ശ്യാം വല്ലാത്ത കരുതലോടെ വീണയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. രാത്രിയോടെ മഹാദേവനും ഗൗരിയും തറവാട്ടിലെത്തി. നാളുകൾക്ക് ശേഷം ആ വീടിൻ്റെ അകത്തളങ്ങളിൽ പൊട്ടിച്ചിരികൾ അലയടിച്ചു. മംഗലത്ത് തറവാട്ടിൽ സന്തോഷത്തിൻ്റെ പുതിയൊരു വസന്തം വിരിയുകയായിരുന്നു. ഗർഭിണിയായതോടെ വീണയിൽ മാതൃത്വത്തിൻ്റെ പുതിയൊരു ശോഭ തെളിഞ്ഞു. ശ്യാമിനാകട്ടെ ബാങ്കിലെ ജോലിയേക്കാൾ വലിയ ഉത്തരവാദിത്തം വീണയുടെ പുഞ്ചിരി കാത്തു സൂക്ഷിക്കുക എന്നതായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെ 7-ാം മാസം ഒരു വൈകുന്നേരം ശ്യാം വീണയുടെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് മുറ്റത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കൈകൾ മാറ്റിയ നിമിഷം തനിക്ക് ചുറ്റും പെയ്യുന്ന മഴ കണ്ട് അവൾ അത്ഭുതപ്പെട്ടുപോയി. ഇതെങ്ങനെ? ഈ വേനലിൽ മഴയോ? വിടർന്ന കണ്ണുകളോടെ അവൾ ചോദിച്ചപ്പോൾ മഹാദേവൻ പുഞ്ചിരിയോടെ മുന്നിലേക്ക് വന്നു.
മഴ പെയ്തില്ലെങ്കിൽ നമ്മളങ്ങ് പെയ്യ്ക്കും. എൻ്റെ മോൾക്ക് മഴ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലേ. ഡാഡിയുടെ വക ഒരു ചെറിയ സമ്മാനം. തനിക്ക് വേണ്ടി കൃത്രിമ മഴയൊരുക്കിയ ഡാഡിയെ അവൾ നന്ദിയോടെ നോക്കി. ആ നിമിഷം ശങ്കറിൻ്റെയും ഇന്ദുവിൻ്റെയും ഓർമ്മകൾ അവളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. അവൾ വല്ലാത്തൊരു വിങ്ങലോടെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഓഹോ, ഇങ്ങനെ കരയുകയാണെങ്കിൽ ഈ മഴ അങ്ങ് നിർത്താം. മഹാദേവൻ്റെ വാക്കുകളിൽ എന്തെന്നില്ലാത്ത പരിഭവം നിറഞ്ഞിരുന്നു. ഹേയ്, അതിനിപ്പോൾ ഇവിടെ ആരാ കരഞ്ഞത്? വേണ്ടാത്ത ഓരോ തോന്നലുകളെ. എനിക്ക് മഴ നനയണം. കണ്ണുകൾ അമർത്തി തുടച്ച് അവളൊരു കുട്ടിയെപ്പോലെ ആ മഴയിലേക്ക് ഓടിയിറങ്ങി. വിറച്ചു തുടങ്ങിയപ്പോഴാണ് ശ്യാം അവളെ നിർബന്ധിച്ച് അകത്തേക്ക് കയറ്റിയത്. അവളുടെ തല തുവർത്തി കൊടുക്കുന്നതിനിടയിൽ അവളുടെ ഉള്ളിലെ കുഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് ശ്യാമിനും തൊട്ടറിയാൻ കഴിഞ്ഞു. മാസങ്ങൾ അതിവേഗം കടന്നുപോയി. പ്രസവത്തീയതി അടുത്തു വരുംതോറും ശ്യാമിൻ്റെ ഉള്ളിൽ അകാരണമായ ഭയം കൂടുകൂട്ടി. പഴയ അപകടവും ആശുപത്രിയിലെ ആ കറുത്ത ദിനങ്ങളും ഒരു കരിനിഴലായി അവൻ്റെ മനസ്സിനെ വേട്ടയാടി. അവളെ വീണ്ടും നഷ്ടപ്പെടുമോ എന്ന ഭീതി അവനെ നിഴൽ പോലെ പിന്തുടർന്നു. ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ടതിന് തലേ ദിവസം രാത്രി മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. ശ്യാമിൻ്റെ നെഞ്ചിൽ തല വെച്ച് കിടന്ന് വീണ പെതുക്കെ ചോദിച്ചു, എടാ, നീ ഉറങ്ങിയോ? ഏയ് ഇല്ല മോളെ, ഉറക്കം വരുന്നില്ല. നീ എന്താ ഉറങ്ങാത്തത്? അവളുടെ നെറ്റിയിൽ മൃദുവായി തലോടിക്കൊണ്ടവൻ ചോദിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ വീണ്ടും വിളിച്ചു, ഡാ. അവൻ ആർദ്രമായി മൂളി. അവൾ ശ്യാമിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇടറുന്ന സ്വരത്തിൽ ചോദിച്ചു, എടാ, നാളെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച് പഴയതുപോലെ നിന്നെ ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്നെ വിട്ടുകളയുമോ? ആ ചോദ്യം ശ്യാമിൻ്റെ ഹൃദയത്തിൽ ഒരു കൂരമ്പ് പോലെ തറച്ചു. അവളുടെ ആകുലതകൾക്ക് മുന്നിൽ മറുപടി പറയാനാവാതെ അവൻ ശ്വാസം അടക്കി പിടിച്ചു. അവളുടെ കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി അവൻ മുറുക്കെ പിടിച്ചു. എന്തൊക്കെയാ വീണ നീ പറയുന്നത്? നിന്റെ ഓർമ്മകളിൽ നിന്ന് ഞാൻ മാഞ്ഞു പോയാലും എൻ്റെ ഓരോ ശ്വാസത്തിലും നീ ഉണ്ടാകും. നിനക്ക് എന്നെ ഓർമ്മയില്ലാത്ത കാലത്തും ഞാൻ നിനക്കൊപ്പം ഉണ്ടായിരുന്നില്ലേ? മരണം വരെ ഈ കൈകൾ ഞാൻ വിടില്ല. ശ്യാമിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് അവൻ്റെ നെഞ്ചിൻ്റെ ചൂടിൽ സർവവും മറന്ന് അവൾ പതുക്കെ കണ്ണുകൾ അടച്ചു. പക്ഷേ ശ്യാമിന് ഉറക്കം വന്നില്ല. തൻ്റെ പ്രാണൻ എന്നോണം അവളെ ഒന്നുകൂടി ആഴ്ത്തിപ്പിടിച്ച് അവൻ മൃദുവായി മന്ത്രിച്ചു, നീയില്ലാത്തൊരു ജീവിതം ഈ ശ്യാമിനില്ലെന്ന് ഇനിയും നീ തിരിച്ചറിഞ്ഞില്ലേ പെണ്ണേ? അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തുമ്പോൾ അവൻ്റെ സ്വരം ആർദ്രമായി ഇടറുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ നിയന്ത്രിക്കാനാവാതെ അവൻ്റെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണീർ അവളുടെ കവിളിൽ വീണു പതിച്ചു. ആ നനവറിഞ്ഞ് വീണ മെല്ലെ കണ്ണു തുറന്നു. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഉള്ളിലെ നീറ്റൽ അവൾ തൊട്ടറിയുകയായിരുന്നു. ശ്യാമിൻ്റെ നെഞ്ചു വിറയ്ക്കുന്നത് കണ്ടപ്പോൾ അവൾ കുസൃതിയോടെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അയ്യേ, ഇത്രയ്ക്ക് പേടിത്തൊണ്ടനായിരുന്നോ എൻ്റെ ശ്യാം? അവൻ്റെ കണ്ണുകളെ ആഴത്തിൽ ചുംബിച്ചുകൊണ്ട് അവൾ സാവധാനം തുടർന്നു. നിന്നെ തനിച്ചാക്കിയിട്ട് പോകാൻ മാത്രം ക്രൂരതയൊന്നും ഈ വീണയ്ക്കില്ലടാ. അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ പൊന്നെ. ശ്യാമിൻ്റെ കണ്ണുനീർ വിരലുകളാൽ തുടച്ചുകൊണ്ട് അവൾ അവനെ മുറുക്കെ പുണർന്നു. ആ രാത്രിയിലെ ആ കണ്ണീരും പുഞ്ചിരിയും അവരുടെ പ്രണയത്തെ മുമ്പത്തേക്കാളും ദൃഢമാക്കി. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലും ആ തറവാടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അവരുടെ പ്രണയം ഏറ്റവും പരിശുദ്ധമായ രൂപത്തിൽ പൂത്തുലഞ്ഞു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.